പൊതുവെ പുതിയൊരു സീസണ് മുന്നോടിയായിട്ട് നമുക്ക് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ സീസൺ അങ്ങനെയല്ല. കാരണം ഞാൻ നോക്കിയിട്ട് പിച്ചിലും പുറത്തുമായിട്ട് നമ്മൾക്ക് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഡേവിഡ് കാറ്റലയും ഈ പുതിയ ISL സീസണിൽ നേരിടാൻ പോകുന്ന 5 ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ്. ട്രോഫി ഒന്നും ഇല്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ യൂത്ത് ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് ഐമനു അസറു ഈ ക്ലബ്ബ് വിട്ടു പോയപ്പോൾ കാറ്റലയ്ക്കെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നത്. ആൻഡ് ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസരം കാത്തു നിൽക്കുന്ന ഓരോ യുവതാരവും സീനിയർ ലെവലിൽ അവരുടെ കരുത്ത് തെളിയിച്ച് ഈ ക്ലബിനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കാത്തിരിക്കുന്ന പ്ലെയേഴ്സാണ്. എബിൻ ദാസ് സൂപ്പർ ലീഗ് കേരള ചാമ്പ്യൻ, മുഹമ്മദ് അഫ്സൽ സൂപ്പർ ലീഗ് കേരള ബെസ്റ്റ് പ്ലെയർ, സന്തോഷ് ട്രോഫിയിൽ മിന്നുന്ന പ്രകടനം, ശ്രീകുട്ടൻ കാറ്റലയുടെ ആദ്യത്തെ സൂപ്പർ കപ്പിൽ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു. ഈ വർഷം RFDL ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു. മക്കാക്യും ഡാനിയലിനെ ക്ലബ്ബ് ലോണിന് സൈൻ ചെയ്തിട്ടുണ്ട്. ഡ്യൂറൻ കപ്പിൽ ഹാട്രിക് അടിച്ച സ്ട്രൈക്കറാണ്. സലഹുദ്ദീൻ തിരിച്ചു വന്നിട്ടുണ്ട്. സൂപ്പർ കപ്പിൽ നമുക്കെതിരെ ഗോൾ അടിച്ചിട്ടുള്ള വിങ്ങറാണ്. ഇതൊന്നും പോരാണ്ട് ഇവിടെ നിഹാലും കോറും യോഹെൻബ പരിക്കാണെന്ന് കേൾക്കുന്നു. എവിടെയാണെന്ന് അറിയില്ല. വന്നാൽ അയാളും ഉണ്ട്. പിന്നെ എത്ര പ്ലേയേഴ്സ്, അമാവിയുണ്ട്. ഇഷ്ടം പോലെ യങ് പ്ലേയേഴ്സ് ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ഇവരെല്ലാവരും കൂടെ എത്ര മിനിറ്റ് എവിടെ എപ്പോ എങ്ങനെ കളിക്കുമെന്നുള്ളതാണ്. ഓബ്വിയസ്ലി ഇവരിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എക്സ്റ്റെൻഡഡ് ടൈം പുറത്തിരിക്കേണ്ടി വരും. ആൻഡ് റിസൾട്ടുകൾ നമ്മുടെ ഫേവറിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന് കാറ്റല പ്രഷർ ഫേസും ചെയ്യും. ഐമന്റെ അസറിന്റെയും ട്രാൻസ്ഫർ ആരുടെയും മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ഇതിനൊക്കെ പുറമെ അത്സലോ എബിനോ ശ്രീകുട്ടനോ ഒക്കെ ബെഞ്ചിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ അതിനെതിരെ സംസാരിക്കും. അപ്പൊ കാറ്റലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഹാപ്പിയാക്കി എല്ലാവർക്കും ഫ്രീക്വന്റ് ആയിട്ട് മിനിറ്റ്സ് കൊടുത്ത് പുറത്തെയും അകത്തെയും നോയ്സിനെ സൈലൻസ് ചെയ്യുക എന്നുള്ളതൊരു ചാലഞ്ചാണ്. കാറ്റല എന്ന കോച്ച് ക്ലബിനെ 2 സൂപ്പർ കപ്പിലാണ് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ ഫാൻസിന്റെ ഫുൾ ഫോഴ്സിൽ പുള്ളി ഇതുവരെ കളിച്ചിട്ടില്ല. ഓബ്വിയസ്ലി ആ ഒരു അറ്റ്മോസ്ഫിയർ ഏതൊരു ടീമിനും ഒരു വലിയ പ്രചോദനമാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ റിസൾട്ടുകൾ ഫേവറബിൾ അല്ലെങ്കിൽ ഈ ഫാൻസ് തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പ്രൊട്ടസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ക്ലബ്ബ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ എല്ലാ സീസണും തരാറുണ്ട്. ഇനി അതിനൊക്കെ പുറമെ ക്ലിയർ ട്രാക്ക് റെക്കോർഡുള്ള നമ്മുടെ മലയാളി താരങ്ങൾക്ക് ഇവിടെ കളിക്കാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പാത്വേയും കൂടെ ഇല്ലാണ്ടാവുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പ്രശ്നം കുറച്ചും കൂടെ രൂക്ഷമാവും.